ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപെ. പുഴയിലെ തിരച്ചിൽ ദുഷ്കരമാണെന്ന് മൽപെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്മാറ്റം. അതേസമയം രക്ഷാദൗത്യം ഇനി എന്ത് എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ തവണ 7 തവണയായിരുന്നു മൽപെ പുഴയിലേക്കിറങ്ങിയത്. ഇതിൽ തന്നെ ഒരു തവണ മൽപെയുടെ ദേഹത്ത് കെട്ടിയിരുന്ന കയർ അഴിഞ്ഞ് അദ്ദേഹം 150 മീറ്ററോളം ഒഴുകിപ്പോവുകയും ചെയ്തു. പിന്നീട് നാവികസേന അംഗങ്ങളാണ് രക്ഷിച്ചത്. എന്നാൽ എന്ത് സംഭവിച്ചാലും അർജുനായി തിരച്ചിൽ നടത്തുമെന്ന് ആവർത്തിക്കുകയായിരുന്നു. ഇന്നും പുഴയുടെ അടിത്തട്ടിൽ ശക്തമായ അടിയൊഴുക്കാണുള്ളത്. പരിശോധനയിൽ അടിത്തട്ടിൽ വലിയ പാറക്കെട്ടുകളും മരങ്ങളും തടിക്കഷ്ണങ്ങളുമാണ് കണ്ടെത്തിയതെന്ന് മൽപെ പറയുന്നു. അടഞ്ഞുകിടക്കുന്ന പാറക്കല്ലുകൾ കാരണം ലോറിയുടെ അടുത്തെത്തുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല. കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് പലതും തിരിച്ചറിഞ്ഞത്. മുങ്ങിത്താണപ്പോൾ തകരയുടെ ബ്ലേഡ് 2 തവണ ശരീരത്തിൽ തട്ടിയിട്ടുണ്ട് എന്ന് മൽപെ വ്യക്തമാക്കുന്നു. അതേസമയം പുഴയിൽ കുത്തൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ആശങ്ക നിലനിൽക്കുകയാണ്. തിരച്ചിൽ തുടരാൻ സാധിക്കില്ലെന്നാണ് കാർവാർ MLA പറയുന്നത്. ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പുഴക്കടിയിൽ മണ്ണും ചെളിയും കൂറ്റൻ മരങ്ങളുമൊക്കെയാണുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. സാഹചര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും MLA വ്യക്തമാക്കി. പ്രദേശത്ത് മഴ തുടരുന്നതും രക്ഷാദൗത്യം അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും 21 ദിവസം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പുഴക്കരികിൽ നിന്ന് മണ്ണ് മാറ്റാൻ ആവശ്യമായ യന്ത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിക്കേണ്ടത്. അത് റോഡ് മാർഗം മാത്രമേ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും MLA അറിയിച്ചു. അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും പ്ലാൻ B ആലോചിക്കണമെന്നും കാസർഗോഡ് MLA AK അഷ്റഫ് പറയുന്നു. കലക്ടർ അടക്കം ഇനി എന്ത് എന്നാണ് ചോദിക്കുന്നത്. നിലവിൽ തിരച്ചിൽ അനിശ്ചിതത്വത്തിലാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്ത് പ്ലാൻ B യെക്കുറിച്ച് ആലോചിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു.